ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പുട്ടാണ്. എഗ്ഗ് മസാല പുട്ട്. മുട്ട മസാല ഉണ്ടാക്കി അത് ഫില്ലിംഗ് ആയി വെച്ചിട്ടുള്ള ഈ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുട്ട മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുത്ത് വെക്കണം. ഞാനിവിടെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുട്ട മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട മുറിച്ചെടുക്കാം. ഇനി പുട്ടുണ്ടാക്കാനായി 1 കപ്പ് പുട്ടുപൊടി കൂടി എടുത്തിട്ടുണ്ട്. ഈ പുട്ടുപൊടി നമ്മൾക്കൊരു ബൗളിലേക്ക് ഇടാം. പുട്ടിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. അത് പുട്ടിനൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ പോലെ അല്പാൽപമായി വെള്ളമൊഴിച്ച് പുട്ടുപൊടി നന്നായി ഒന്ന് നനച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ പുട്ടുപൊടിയെല്ലാം നമ്മൾ നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് വരാനായി ഒരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് മുട്ട മസാല ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടായി വരുന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഞാനിവിടെ നേർമയായി നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായി വഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയുമാണ് ചതച്ചെടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഈ സവാളയുടെ കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ഞാൻ മസാലപ്പൊടികളായി ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 2 ഇടത്തരം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ എഗ്ഗ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ തക്കാളിയെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് വഴന്നു വരാനായി നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ മൂടി തുറന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എഗ്ഗ് മസാലയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്നും അധികം ഉടഞ്ഞു പോകാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ഈ മസാലയുടെ എരിവും പുളിയെല്ലാം ഒന്ന് പിടിക്കാനായി നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാല പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാല പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ ഈ പുട്ടുകുറ്റിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് സാധാരണ പോലെ തന്നെ നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മസാല ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണ് വെച്ച് മുട്ട മസാലയെല്ലാം നന്നായി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ബാക്കി പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി അടച്ചു കൊടുത്ത് നമ്മൾക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം. ഇനി നമ്മൾക്കിത് സാധാരണ പോലെ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. എഗ്ഗ് മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.